വിഷ്ണു ഷാട്ടിയല്ലേ? തുടങ്ങാം സുധാരി. എല്ലാവർക്കും നമസ്കാരം. ഗതാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമിയും ഋതംബര എക്കോ സ്പിരിച്വൽ കമ്മ്യൂണും പാടെ ചേർന്ന് നടത്തുന്നൊരു പ്രോഗ്രാമാണ് ബാലാരഹസ്യം അഥവാ ബാലവിംശതി. വളരെ കാലം ആയിട്ട് നമ്മളെ പ്ലാനിലുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇത് നടത്താൻ തീരുമാനിച്ചത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, വരുന്ന ശിവരാത്രി ദിവസം നടക്കാൻ പോകുന്ന ഒരു വലിയ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ലോ, വേവ്സ് ഓഫ് ബ്ലിസ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടി സഹായകമാവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മളൊരു സംഭാവന വാങ്ങിക്കുന്നതിലുപരി നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ അല്ലെങ്കിൽ അറിവ് നൽകിക്കൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമും. ബാലാവിംശതി ശ്രീവിദ്യാതന്ത്രത്തിലെ അല്ലെങ്കിൽ ഒരുവിധം സാധനയുമായി മുന്നോട്ട് പോകുന്ന ഏത് സാധനാ മാർഗത്തിലെയും വലിയൊരു പ്രധാന ഘടകമാണ്. നമ്മളിവിടെ അധികവും കാണാറ് ശ്രീവിദ്യയിലാണെന്ന് മാത്രം. സുന്ദരിയുടെ മകളായൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. അതിലുപരി നമ്മൾ ഏതൊരു മഹാവിദ്യകളെ തന്നെ എടുത്തു നോക്കിയാൽ പോലും ബാലയ്ക്ക് അവിടെ എല്ലാം വളരെ പ്രാധാന്യമുണ്ട്. ശ്രീവിദ്യയിലും ശാപോദ്ധാരണത്തിലെല്ലാം നമുക്ക് ബാലയെ കാണാം. ശ്രീവിദ്യയുടെ ഒരു ആണിക്കല്ല് കൂടിയാണ് ബാല. ബാലവിംശതി കൂടുതലായിട്ടും സംസാരിക്കുന്നത് പാരായണ വിധിയെക്കുറിച്ചാണ്, നാമപാരായണത്തെക്കുറിച്ചാണ്. ശ്രീനാഥ്ജിയാണ് നമുക്ക് ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഏതാണ്ട് 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ശ്രീവിദ്യ എന്നതിൽ ഒതുങ്ങി നിൽക്കാതെ നേരിട്ട് കശ്മീര ശൈവവുമായിട്ട് വരെ കണക്ഷനുള്ള, അതായത് മന്ത്രത്തിൽ തന്നെ പരാബീജം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബാലയുടെ മന്ത്രം. ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. വലിയൊരു അനുഭവമായി തീരട്ടെ ഈ വിഷയം എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ശ്രീനാഥ്ജിയെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീനാഥ്ജിയെ പ്രത്യേക ഒരു പരിചയപ്പെടുത്തൽ ഇവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ശ്രീനാഥ്ജി, നമസ്കാരം. നമസ്കാരം. തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃതികൾക്കും നമസ്കാരം. സുഹൃതികൾ എന്നുള്ളത് വെറുതെ പറഞ്ഞല്ല, സുഹൃതികളായതുകൊണ്ട് പറഞ്ഞാണ്. ബാലാവിംശതി പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് സുഹൃതാണ്. എന്നെ സംബന്ധിച്ച് ശിവരാത്രികൾ, ഓരോ ശിവരാത്രിയാണ് പലപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പറയണമെന്ന് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഭയന്നിട്ട്, പേടി കൊണ്ട് ചർച്ച ചെയ്യാതിരിക്കില്ല. കാരണം എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞാലും അത് കുറഞ്ഞു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ശേഷിയില്ല എന്നുള്ള ഒരു തോന്നലുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം പുസ്തകങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഒരു മടി കാണിക്കാറ്. അപ്പൊ ആ മടി ആദ്യമായിട്ട് മാറ്റിയത് നമ്മളുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വേവ്സ് ഓഫ് നമ്മളൊരു ശിവരാത്രിക്ക് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു, ബ്ലിസ് ഓഫ് ശിവ. അപ്പൊ ഈ വേവ്സ് ഓഫ് ബ്ലിസ് എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമേ നാമിൽ വരും. ബ്ലിസ് ഓഫ് ശിവ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അത് ആ പരിപാടി ഏതാണ്ട് നമ്മൾ തീരുമാനിച്ച് കംപ്ലീറ്റ് സെറ്റായി. ആ സമയത്താണ് നമുക്ക് നല്ലൊരു സാമ്പത്തിക ആവശ്യം. നമ്മൾ ഏത് പരിപാടി വന്നാലും നമ്മൾ പൊതുവെ ആൾക്കാരോട് ഡൊണേഷൻ ചോദിക്കാറില്ല. പകരം ആ പരിപാടി നടത്താനുള്ള കാശ് നമ്മൾ ഉണ്ടാക്കുക ഏതെങ്കിലും കോഴ്സ് നടത്തിയിട്ടാണ്. അപ്പൊ കേവലം നിങ്ങളിപ്പം ഒരു ഫീസ് അടച്ച് ഈ കോഴ്സ് ചെയ്യുന്നത്
കേവലം ഒരു ഫീസ് അടച്ച് ഒരു പ്രോഗ്രാം കേൾക്കുകയല്ല ചെയ്യുന്നത്, ഇതിലൂടെ ബ്ലിസ് ഓഫ് ശിവേന്റെ ഭാഗമാവുക. സോറി, വേവ്സ് ഓഫ് ബ്ലിസിന്റെ ഭാഗമാവുക. അന്ന് ബ്ലിസ് ഓഫ് ശിവ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ സാമ്പത്തിക സംവിധാനമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ എനിക്ക് ഭയം ഉണ്ടായിരുന്ന ഭാവനോപനിഷത്ത് ചർച്ച ചെയ്തത്. അതോടുകൂടി ആ പേടി മാറി. ഈ പ്രാവശ്യം ഇതേപോലെ ശിവരാത്രിക്ക് ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് ബാലാവിംശതി. എന്നെ സംബന്ധിച്ച് ബാലാവിംശതിയായിട്ടുള്ള ബന്ധം ഞാൻ ആദ്യമായിട്ട് ശ്രീവിദ്യ എന്നൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് സാധനം, മഹാസംഭവമാണെന്ന് അറിയാം, ഇതെന്താണെന്നറിയില്ല. ഇങ്ങനെ ഗുരുനാഥൻ്റെ അടുത്ത് പോയ സമയത്ത് എനിക്കിങ്ങനെ ശ്രീവിദ്യ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പോയ സമയത്ത് ഗുരുനാഥൻ പറഞ്ഞത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അവൾക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ, അവള് തീരുമാനിച്ചാൽ നിനക്ക് പഠിക്കാം. ഗുരുനാഥൻ പലപ്പോഴും ശ്രീവിദ്യനെ കുറിച്ച് അവള് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ എന്തോ, ഈ മഹാത്രിപുരസുന്ദരനെ, ഞാൻ പഠിക്കാൻ വന്ന മഹാത്രിപുരസുന്ദരനെ ഈ മനുഷ്യനെ അവള് എന്നൊക്കെ വിളിക്കണേ അത്ര അങ്ങോട്ട് ദഹിക്കില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എത്ര ബന്ധമാണ്, നമുക്ക് പറയാം നമ്മളെ സുഹൃത്തിനെ കുറിച്ചല്ലേ, അതൊരു ബന്ധമാണ്, അത്ര ബന്ധമാണ് ദേവിയായിട്ട്. അങ്ങനെ അവള് എന്ന് പറയാൻ പറ്റുന്ന ബന്ധമുണ്ട്. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു അവള് തീരുമാനിച്ചാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റൂ, അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടോ നമ്മൾ വിചാരിച്ചതുകൊണ്ടോ ഒന്നും പറ്റില്ല. ജന്മജന്മാന്തരമായി നമ്മൾ ആഗ്രഹിക്കുക, ഏതെങ്കിലും ഒരു ജന്മം അവൾക്ക് ഒരു കൃപ തോന്നും, ആ സമയത്ത് മാത്രമേ അത് പഠിക്കാൻ പറ്റൂ. അപ്പൊ എന്നോട് പറഞ്ഞു തുടങ്ങുക, ഇങ്ങനെ നിരന്തരം ദേവീനെ ലളിതാ സഹസ്രനാമം കൊണ്ട് ഉപാസിക്കുക, നിരന്തരം ദേവീനോട് ആ അഗമ്യമായ പ്രണയം ഉണ്ടാവുക. ഭക്തിയല്ല, ഈ ഭക്തിയേക്കാൾ കൂടുതൽ പ്രണയം ആണ് ദേവീനോട് വേണ്ടത് എന്ന് പറയാം. കാരണം നമുക്ക് ഇന്നൊരു കഥ പറയാനുണ്ട്. നമ്മളിന്ന് ലീലാശുകൻ എന്ന് പറയുന്ന ഒരാളുടെ കഥ നമ്മളിന്ന് ചിലപ്പം സാന്ദർഭികമായി സൂചിപ്പിക്കും. വില്യമംഗലം സ്വാമിയാർ, അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. വില്യമംഗലം സ്വാമിയാർ, നമ്മളെ അദ്ദേഹത്തിൻ്റെ പേര് ലീലാശുകൻ എന്നായിരുന്നു. ലീലാശുകൻ എന്ന് എനിക്ക് തോന്നുന്നു ലീലയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ ആയിരിക്കാം അത് എടുത്തിട്ടുണ്ടാവുക. അദ്ദേഹം ഇതുപോലെ ഒരു ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു ഒരു സ്ത്രീയോട്. നമ്മളൊക്കെ കേട്ട കഥയാണ്. ഇങ്ങനെ അദ്ദേഹം ഒരു നല്ല മഴയുള്ള ഇടിയും മിന്നലൊക്കെ ഉള്ള സമയത്ത് രാത്രി ആ കാമുകിയെ കാണാൻ വേണ്ടി ഇയാൾ പോവുകയാണ്. പോകുന്ന സമയത്ത് നല്ല മഴയാണ്, നദി കുത്തിയൊലിച്ച് പോകുന്നുണ്ട്, നദി കുറുകെ കടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറെ നിന്നപ്പം എന്തോ ഒരു രാത്രിയാണ്, ഒരു തടിക്കഷ്ണം കിട്ടി, അതിനെ മുകളിൽ പിടിച്ചിരുന്ന് അപ്പുറത്തെത്തി. ആ തടിക്കഷ്ണം തിരിച്ചിങ്ങോട്ട് വരണമല്ലോ, അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി റിട്ടേൺ ടിക്കറ്റ് വേണമല്ലോ, അതിന് വേണ്ടി ആ തടിക്കഷ്ണം ഒരു മരത്തിന്റെ മുകളിൽ കെട്ടിയിടും, മരത്തടി. അത് കഴിഞ്ഞ് ഇയാൾ നോക്കുമ്പം ഈ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം അന്ന് കോളിംഗ് ബെല്ല് മൊബൈൽ ഫോണിൽ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം ലീലാശുകൻ അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ കയറി പറ്റും നോക്കുമ്പം ഒരു വള്ളി തൂങ്ങി കിടക്കുന്നുണ്ട് ഈ റൂമിലേക്ക്. അങ്ങനെ ഇയാള് ആ വഴുവഴുപ്പുള്ള വള്ളി കൂടി പിടിച്ച് കയറി അങ്ങനെ കാമുകീൻ്റെ അടുത്തെത്തി. ആ കാമുകിയായിട്ട് ചേർന്ന സമയത്ത് അത്രയധികം, കാരണം ലോകത്ത് വേറെ എന്ത് ആണെങ്കിലും എത്തില്ല നമ്മള്. അങ്ങനെ അവിടെ എത്തി ആ കാമുകി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മനുഷ്യൻ പുറത്തിറങ്ങാൻ പോലും ഭയക്കുന്ന ഈ കാലാവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത്, നിങ്ങൾക്ക് എങ്ങനെ വരാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു മരത്തടിമേൽ പിടിച്ചിട്ടാണ് വന്നത്, ഒരു വള്ളി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ റൂമിൽ നിന്ന്, അതിലെ വള്ളി കൂടി പിടിച്ച് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വള്ളിയൊന്നുമില്ലല്ലോ, മരത്തടിയും ഇല്ലല്ലോ. അങ്ങനെ അവർ അന്വേഷിച്ച് നോക്കിയപ്പം വലിയൊരു പെരുമ്പാമ്പ് ആണ് അവിടെ തൂങ്ങി കിടക്കുന്ന. ആ പെരുമ്പാമ്പിന്റെ മുകളിൽ കൂടി പിടിച്ചിട്ടാണ് ഇയാൾ റൂമിലെത്തിയത്. വന്ന മരത്തടി എന്താ നോക്കുമ്പോൾ ഒരു ശവമാണ്, ഒരു സ്ത്രീ ശരീരം ഒഴുകി പോകുമ്പോൾ അതിനെ മുകളിൽ കെട്ടിപ്പിടിച്ചിട്ട് ഇയാൾ വന്നത്. എന്നിട്ട് ഈ മുടി പിടിച്ചിട്ടാണ് മരത്തിനോട് കെട്ടിയിട്ടത്, ഒഴുകി പോയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ, കാരണം അത്രയും ആ ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പരുമ്പാമ്പും കുഴപ്പമില്ല, ശവവും കുഴപ്പമില്ല, ഇതൊന്നും നമ്മൾ കാണില്ല. അത് ആ യഥാർത്ഥ വസ്തു അല്ല കാണാൻ. ജീവിതത്തിൽ കാണുന്ന എല്ലാ അവസ്ഥകളെയും നമ്മൾ ഉപയോഗിക്കും നമ്മളുടെ ദേവതയിൽ എത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രണയമുള്ള ഒരു വസ്തുവിൽ എത്താൻ വേണ്ടിയിട്ട്. അത് ഒരു ദേവി തന്നെ ആയിരിക്കണം. അവര് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് എത്താൻ കാണിച്ച ഈ ശ്രമം, ഈ ശ്രദ്ധ, ഇത് നിങ്ങൾക്ക് ഭഗവാനോട് ഉണ്ടായിരുന്നെങ്കിൽ
നിങ്ങൾക്ക് എന്നേ സായുജ്യം ഉണ്ടാവുകയായിരുന്നു. ആ ഒരു വാക്കാണ് അദ്ദേഹത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്നത്. ആ പ്രണയം നേരെ ഭഗവാനിലേക്ക് തിരിയുകയും അത് അദ്ദേഹത്തിന് സായുജ്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് വേണ്ടത് ഭയമല്ല. ഗോഡ് ഫിയർ പേഴ്സൺ എന്ന് വിളിച്ചു തുടങ്ങിയത് സെമിറ്റിക് മതങ്ങളാണ്. ദൈവ ഭയം ഉണ്ടാവണം, ദൈവത്തോട് ഭയം ഉണ്ടാവണം നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ ദൈവത്തെ കീശയിലിട്ട് നടന്നിരുന്ന ഒക്കത്ത് വെച്ച് നടന്നിരുന്ന നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവ ഭയം ഉണ്ടാവണമെന്ന്. അങ്ങനെ നമുക്ക് ദൈവത്തോട് ഭയമായി നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് നമ്മളിപ്പം കാണുന്നത്. മേഘത്തിനപ്പുറത്ത് എവിടെ ഒളിച്ചിരുന്ന് വിധിക്കുന്ന, ഇത് ചെയ്ത് ശരി, നീ ചെയ്ത് തെറ്റ്, ആ തെറ്റിന് ശിക്ഷ വിധിക്കുന്ന ആ ഭയം, ദൈവഭയം, അത് സനാതന സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഇന്ന് നമ്മൾ സനാതന സംസ്കാരം എന്ന് കരുതിയിരിക്കുന്ന ഒട്ടുമിക്കതും സനാതന സംസ്കാരമല്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ അസ്ഥിക്ക് പിടിച്ച സെമിറ്റിക് മതങ്ങൾ നമുക്ക് തന്ന ചിന്തകളാണ്. അതിൽ ഏറ്റവും വലിയ അപകടമാണ് ദൈവഭയം എന്ന് പറയുന്നത്. നമ്മളെ വിധിക്കുന്ന ഒരാൾ മുകളിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് ഭാരതത്തിന്റെ കാഴ്ചപ്പാടല്ല. ആ ഭയമുള്ള ഒരാളോട് ഒരിക്കലും നമുക്ക് സാമ്യം ഉണ്ടാവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭാരതത്തിലെ ദേവീ ദേവന്മാരൊക്കെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കൗമാരപ്രായം അല്ലെങ്കിൽ കൃഷ്ണനോട് ഭയവും ഭക്തിയും ബഹുമാനവും അല്ല, അവർക്ക് ഉണ്ടായിരുന്നത് പ്രണയമാണ്. ആ പ്രണയം ഉള്ളത് കൊണ്ട് കൃഷ്ണൻ ചങ്കായിരുന്നു. കൃഷ്ണനെ കളിക്കാനും കൂട്ടാനും കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ നമുക്ക് അടുത്ത് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ബന്ധം നമുക്ക് ദേവതയായിട്ട് ഉണ്ടാവണം എന്ന് പറയാം. ആ ഒരു ബന്ധമാണ് നമ്മളെ ദേവതയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞത്, അവള് വിചാരിച്ചാൽ മാത്രമേ ഈ പന്താവിൽ വരാൻ സാധിക്കൂ. നീ നിരന്തരം ആ ഒരു സങ്കല്പം വെക്കുക. ഏതെങ്കിലും അഥവാ ഈ ജന്മം കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടാതിരിക്കില്ല. കാരണം അവക്ക് ഭയങ്കര കൃപയാണ്. അങ്ങനെ ലളിതാസഹസ്രമം വായിക്കാൻ പറഞ്ഞു. ലളിതാസഹസ്രമം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ലളിതാസഹസ്രമം അനവധി പ്രാവശ്യം വായിച്ചു. ഓരോ പ്രാവശ്യവും അനവധി പ്രാവശ്യം അതിൻ്റെ കൂടെ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവും ഒക്കെ ജപിച്ച് ദിവസവും തന്നെ നമുക്ക് ഈ സാധനം കിട്ടാനുള്ള എത്ര പ്രാവശ്യം ജപിച്ചാലാണ് ദേവി നമ്മളെ മേലേക്ക് കണ്ണുറക്കുക എന്നറിയില്ല. ആ ദയാദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ മതി. ഭവാനിത്വം ദാസ എന്നുള്ളൊരു ശ്ലോകമുണ്ട് സൗന്ദര്യലഹരിയില്. ഭവാനിത്വം എന്ന് പറയുമ്പോഴേക്ക് ആ ദേവിയായിത്തീരും. പക്ഷെ അത് ഏതോ ഒരു നിമിഷമുണ്ട്, അതുവരെ നിരന്തരം നമ്മൾ ഒരു പ്രാവശ്യം ജപിക്കുക. ഒരു ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 365 പ്രാവശ്യം ജപിക്കാൻ പറ്റും. ഒരു ദിവസം 5, 6, 7 പ്രാവശ്യമൊക്കെ ലളിതാസഹസ്രം ജപിക്കാം. എന്നാൽ ഈ സ്പാൻ ഇപ്പൊ നമ്മളെ ധാരണ ദേവി അവിടെ നിന്ന് ഇയാൾ എത്ര പ്രാവശ്യം ജപിക്കുന്നുണ്ട് നെണ്ണി നോക്കിയിട്ട് സംഖ്യ തികയുമ്പോൾ നമ്മളെ വിളിക്കുകയുള്ള വിവരദോഷം കൊണ്ടാണെന്ന്. അങ്ങനെ കുറേ ലളിതാസഹസ്രമൊക്കെ ജപിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ ശ്രീവിദ്യ അല്ലെങ്കിൽ ഈ സമ്പ്രദായം ചോദിച്ച് ഗുരുദാനെടുത്ത് പോകും. എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ പോകും, അവിടെയൊക്കെ പോയി കാണും, നമസ്കരിക്കും, അതൊക്കെ ജപിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും. ഇങ്ങനെ ഒരു ദിവസം നിനക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണ് ഇത്, ഉപാസനയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ശ്രീവിദ്യ എന്താണ് എന്നൊന്ന് അറിയണം. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ എടുത്തു തന്ന പുസ്തകം ബാലാവിംശതിയാണ്. നീ ഇത് പോയി പഠിക്ക്, ഇതിലുണ്ട് അവളെ കുറിച്ചുള്ളത് മുഴുവൻ. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 10-18 വയസ്സിൽ കൈ കിട്ടിയ പുസ്തകമാണ്. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് ഒരു വസ്തു മനസ്സിലായിട്ടില്ല. ഗുരുനാഥൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അന്ന് അത് വായിച്ചത്. പിന്നീട് ഇത് എന്താണെന്ന് മനസ്സിലായത് ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റു പുസ്തകങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് ശ്രീവിദ്യ നമ്മളെ സമ്പ്രദായത്തിൽ പാല ഒരു പദ്ധതിയാണ്. കാരണം മഹാഗണപതി കഴിഞ്ഞാൽ ബാലാ ത്രിപുരസുന്ദരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് പോണ സമയത്ത് നമ്മൾ വാരാഹി, മാതങ്കിയും, മഹാത്രിപുരസുന്ദരിയും, ഷോഡശിയും, മഹാഷോഡശിയും ഒക്കെ വരുന്നത്. പക്ഷേ ഈ ത്രിപുരസുന്ദരിന്റെ കെയർ ഓഫിൽ അല്ലാതെയും ബാലയ്ക്ക് സ്വന്തമായി അസ്തിത്വമുണ്ട് എന്ന് പിന്നീട് മനസ്സിലായത് സിദ്ധ സമ്പ്രദായത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്. സിദ്ധന്മാർക്ക്, മഹാസിദ്ധന്മാർ, ഭോഗര്, അഗസ്ത്യര്, ഇവരൊക്കെ
ത്രിപുരസുന്ദരി അവർക്ക് പരിചയമുണ്ട്. പക്ഷെ അവർ ഉപാസിച്ചിരുന്നത് വാലൈ പെണ്ണ് എന്ന് വിളിച്ചിരുന്ന വാല പെണ്ണിനെയാണ്. വാലൈ എന്നവരെ വിളിച്ചിരുന്നത് ബാലാ ത്രിപുരസുന്ദരിയാണ്. ജീവിതത്തില് നല്ല ദിവസവും നല്ല പാല് കുടിക്കാൻ പറ്റുക, അതേപോലെ ബാലയെ ഉപാസിക്കാൻ പറ്റുക, ഇത് രണ്ടുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരാൾ പൂർണ്ണ. കൃതികളിലൊക്കെ പലപ്പോഴും സിദ്ധരുടെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും ഉപരിയായി പരയായി കണ്ടിരുന്ന ബാലയെ ഉപാസിക്കുന്ന സമ്പ്രദായം, ശ്രീവിദ്യാ സമ്പ്രദായം തന്നെ പല സ്കൂൾ ഓഫ് തോട്ട്, പല സമ്പ്രദായങ്ങളുണ്ട്. ചില സമ്പ്രദായങ്ങളിൽ ബാല മഹാഷോഡശിയും കഴിഞ്ഞ് അതിൻ്റെയും ഉപരിയായി നിൽക്കുന്ന പര എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ത്രിപുരസുന്ദരിയുടെ ഒരു ചെറിയ രൂപമാണ്, മകളാണ് എന്നൊക്കെ ഉള്ളൊരു ഭാഷ ഉണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഉപരിയായിട്ട് സിദ്ധന്മാരാൽ ഉപാസിക്കപ്പെട്ട ഒരു കൃതിയാണ്, അല്ലെങ്കിൽ ഒരു ദേവതയാണ്, ഒരു കൃതിയാണ് ബാലവിംശതി. അതിൽ പ്രതിപാദിക്കുന്ന ദേവത ബാലയാണ്. ബാല എന്ന് മാത്രം നമുക്ക് പറയാം. ത്രിപുരസുന്ദരിനോട് ചേർന്ന് വരുമ്പം ബാല ത്രിപുരസുന്ദരിയാവും. ലളിതോപാഖ്യാനത്തില് ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ മകളായിട്ടാണ് ബാലയെ പറയുന്നത്. ഇവിടെ മകൾ എന്ന് പറയുന്നത് ദേവിന്റെ ഒരു രൂപം, ചെറിയ രൂപം എന്നുള്ളതാണ്. പക്ഷെ കേരളത്തില് വളരെ വ്യാപകമായി ബാല ഉപാസന നിത്യവും സാധാരണ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക മന്ത്രമുണ്ട്. അത് ബാലഭദ്ര എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. ബാല മന്ത്രത്തോടു കൂടി ഭദ്രകാളിയെ ഉപാസിക്കുന്ന ഒരു ക്രമം ഉണ്ടായിരുന്നു ഇവിടെ, ബാലഭദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാ കുടുംബങ്ങളിലും ബാലഭദ്രനെയാണ് ഉപാസിച്ചിരുന്നത്. വളരെ ആധികാരികമായി ബാല ഉപാസകരുണ്ടായിരുന്നത് കേരളത്തിലാണ്. ഇവരാരും ശ്രീവിദ്യോപാസകരാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇവരൊക്കെ ബാല ഉപാസകരാണ് എന്ന് കേട്ടിട്ടുള്ളൂ. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നുള്ള ഒരു വലിയ വേറിട്ട അഡ്രസ്സിൽ മാത്രം ജീവിക്കുന്ന ഒരാളല്ല. ആ അഡ്രസ് ഇല്ലാതെയും ത്രിപുരസുന്ദരിയുടെ കെയർ ഓഫ് ഇല്ലാതെയും ബാലയ്ക്ക് സ്വന്തമായി അസ്തിത്വമുണ്ട്. കേരളത്തില് ശ്രീവിദ്യാ സമ്പ്രദായമൊക്കെ കുറച്ചുകൂടി ലേറ്ററാണ്. ലീനേജ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ലേറ്ററാണ്. ശ്രീവിദ്യക്ക് വളരെ പ്രചുരപ്രാചാരം കിട്ടിയതുകൊണ്ടാണ്. അത് രാജാക്കന്മാരാൽ ഉപാസിക്കപ്പെട്ട സമ്പ്രദായം ആയതുകൊണ്ടാണ്. അതല്ലാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപാസിച്ചിരുന്നത് ഭുവനേശ്വരിയാണ്. കേരളത്തിൽ പ്രധാനമായിട്ട് വരുന്ന രണ്ട് വിഭാഗങ്ങൾ അവിടുത്തെ ഈഴവരും നായന്മാരും. ഇവര് നല്ല ഈ പറയുന്ന എല്ലാവരും കേരളത്തിലേക്ക് വന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ആദിമ നിവാസികൾ ഇവിടുത്തെ ട്രൈബ്സ് ആണ്. നമ്മളിപ്പോഴും പറയുന്ന OBC SC എന്നൊക്കെ പറയുന്ന പല വിഭാഗങ്ങളുമാണ് കേരളത്തിലെ ട്രൈബ്സ്. കേരളത്തിൽ പണ്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ വന്ന ആൾക്കാരാണ്. അങ്ങനെ വന്ന കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നേപ്പാളിൽ നിന്ന് വന്ന ആൾക്കാരാണ് നെയ്വർ. നേപ്പാള് രണ്ട് വിഭാഗങ്ങള്. നേപ്പാളില് രണ്ട് വിഭാഗമുള്ളത്. ഒന്ന് നെയ്വർ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഗേർഖാസ് എന്ന് പറയുന്ന ഒരു വിഭാഗവും. വീരന്മാരാണ്. അതിൽ ഗേർഖാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മളെ വീട്ടിന്റെ അടുത്തൊക്കെ പിരിവിന് വരുന്ന ആൾക്കാർ. രാവിലെ ഇപ്പൊ പല സ്ഥലത്തും കാണാം. അത് ആ വീരത്തൊക്കെ പോയി ഇവർ രാവിലെ ചായ കുടിക്കാനുള്ള ബേസിക്ക് വരുന്ന ആൾക്കാരവര്. ഗേർഖ അല്ലെങ്കിൽ ഗൂർഖ എന്നൊക്കെ പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലാണെന്ന് തോന്നുന്നു. ഏതാ സിനിമ കൃത്യമായിട്ട് ഓർമ്മയില്ല. മോഹൻലാല് മറ്റേ മേ ഗൂർഖാഹും എന്ന് പറയുന്ന സാധനമല്ലോ, ഹേ ഹോ ഹൈ എന്ന് പറയണ സാധനം നമുക്ക് ഓർമ്മയുള്ളൂ. ആ ഗേർഖാസ്, അത് ഗേർഖ എന്ന് പറയുന്ന വിഭാഗം വളരെ വീരന്മാരായിരുന്നു. അതേപോലെ നെയ്വർ, ഇവരൊക്കെ ഉപാസിച്ചിരുന്നത് ഭുവനേശ്വരിയാണ്. അവര് കേരളത്തിലേക്ക് വന്ന സമയത്ത് നായർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു ക്ഷത്രിയർ എന്നൊക്കെ നമ്മൾ കേരളത്തിൽ പറയും. അതുപോലെ വീരന്മാരാണ്. ഇപ്പോഴും ബ്രിട്ടീഷ് ആർമിയിലും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ബ്ലാക്ക് കാറ്റ്സിലൊക്കെ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഇന്ത്യൻ ആർമിയിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഗർഖാസിനുണ്ടായിരുന്നു. കാരണം അവരുടെ വീരത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. വീരന്മാരായിരുന്നു അവര്.
കാരണം സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും തൻ്റെ യജമാനെ അവർ രക്ഷിക്കും. അത്രയധികം. ബാക്കി എല്ലാവരും സ്വന്തം ജീവൻ പോകുന്ന പറഞ്ഞാൽ ഇനി ആരായാലും നടക്കില്ല, രക്ഷപ്പെടുന്ന ആൾക്കാരാണ്. ഇവരെ ബ്ലഡിൽ ആ വീരത്വമുണ്ട്. ആ വീരത്വം വന്നത് അവരെ ഭുവനേശ്വരി ഉപാസന കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ ഓൾമോസ്റ്റ് അവരാണെങ്കിലും ഇവിടുത്തെ ഈഴവരാണെങ്കിലും ഒക്കെ ഭുവനേശ്വരി സമ്പ്രദായത്തിലാണ്. പക്ഷേ കേരളത്തിൽ അതല്ലാതെ നിന്നിരുന്ന ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതായത് ഏറ്റവും പണ്ടത്തെ കേരളത്തിലുണ്ടായിരുന്ന തറവാടുകൾ, വളരെ പൗരാതനമായ വിഭാഗങ്ങൾ, അവര് ശാക്തേയം എന്ന് പറഞ്ഞ് ആചരിച്ചിരുന്നത് ബാലാപരമേശ്വരിയാണ്. എല്ലാ ശാക്തയും ഭുവനേശ്വരിക്കല്ല. ബാലാപരമേശ്വരിയെ ഉപാസിക്കുന്ന ശക്തമായൊരു ക്രമം, അതിശക്തമായൊരു ക്രമം കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളവും ബാലയുമായിട്ടുള്ള ബന്ധം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അനാദികാലമായി ഈ ബന്ധം തുടങ്ങിയിട്ട്. ത്രിപുരസുന്ദരിയെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പേ കേരളം ബാലയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ ബാല ത്രിപുരസുന്ദരി എന്നല്ല, ബാലാ പരമേശ്വരി എന്നാണ് അറിയപ്പെടുന്നത്. ആ ബാലാപരമേശ്വരിന്റെ ബന്ധമാണ് തമിഴ് സിദ്ധരിൽ നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് ബാലയെ ഉപാസിച്ച എല്ലാ സിദ്ധന്മാരും ബാലയെ പെണ്ണിനെ ഉപാസിച്ചവരാണ്. ഒരുപക്ഷെ ത്രിപുരസുന്ദരിയുടെ ഒരു കെയർ ഓഫ് അല്ലാതെയും ബാല ത്രിപുരസുന്ദരി എന്നും ബാല പരമേശ്വരി എന്നൊക്കെ വിളിക്കുന്ന ഈ ദേവതയ്ക്ക് ഒരു ശക്തമായ വ്യക്തിത്വം, തനത് സമ്പ്രദായമുണ്ട്. ആ ദേവിയെക്കുറിച്ച് വളരെ ആധികാരികമായി, വളരെ ഗൂഢമായി പറയുന്ന ബാല ഈ വിംശതിയില് ഗൂഢമായിട്ടാണ് എല്ലാ വിഷയങ്ങളെയും പറഞ്ഞു വെക്കുന്നത്. ഒരിക്കലും അത് ഒരാളുടെ സഹായത്തോടു കൂടി അല്ലാതെ നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല. എല്ലാ വലിയ രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഓരോ അക്ഷരങ്ങളിൽ. അത് ഉപാസിച്ചവരൊക്കെ സിദ്ധന്മാർ മുഴുവൻ, എല്ലാ സിദ്ധന്മാരും ഉപാസിച്ചത് ബാലയാണ്, ത്രിപുരസുന്ദരിയല്ല. അവിടെയാണ് ഞാൻ ആ ഒരു വ്യത്യാസം പറയുന്നത്. ഒരു ശ്രീവിദ്യോപാസകൻ എന്നുള്ള നിലയ്ക്ക് ഞാനത് എനിക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരുന്നു കുറേ കാലം. കാരണം ഞാൻ സുപ്രീം ത്രിപുരസുന്ദരിയാണ്, ബാലയൊക്കെ അതിൻ്റെ താഴെയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ. ഈ ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാൻ അതിനെ കുറേ സമയമെടുത്തു. ബാലയ്ക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വം ഉണ്ട്. അത് ഒരു പക്ഷേ ത്രിപുരസുന്ദരിയേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തത് അത്ര തരത്തിൽ ആ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ദേവതയ്ക്ക് വളരെ പ്രചാരം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം. കേരളത്തിന്റെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇതാരാണ് എഴുതിയത്? പ്രത്യേകിച്ച് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പഞ്ചസ്തവികളെ കുറിച്ച് പറയാറുണ്ട്. പഞ്ചസ്തവി ഇത് എല്ലാവരും പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ടെക്സ്റ്റുകളാണ് ഈ പഞ്ചസ്തവി എന്ന് പറയുന്നത്. വിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീര ശൈവവുമായി ഒരുപക്ഷെ തന്ത്രത്തില് ഫിലോസഫി വളരെ കൃത്യമായി ചർച്ച ചെയ്തതും കൃത്യമായി പഠിപ്പിച്ചതും അക്കാഡമിക്കലി അല്ലെങ്കിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ കാശ്മീര ശൈവമാണ്. അത്ര ഭംഗിയായിട്ടാണ് കാശ്മീര ശൈവ 36 തത്വങ്ങളെയും എല്ലാത്തിനെയും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഒരു തന്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഏതൊരാളും പഠിക്കേണ്ടത് കാശ്മീര ശൈവമാണ്. കാശ്മീര ശൈവം അത് കാശ്മീരിൽ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ കാശ്മീര് ഉത്ഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സമ്പ്രദായത്തിന്റെ പേരാണത്. അത് കാശ്മീർ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ലോക യൂണിവേഴ്സിറ്റികളിൽ മുഴുവനും തന്ത്രം എന്നുള്ള നിലയ്ക്ക് പഠിപ്പിക്കുന്നത് കാശ്മീര ശൈവ പദ്ധതികളാണ്. ലോകത്തുള്ള സ്കോളേഴ്സ് മുഴുവൻ കാശ്മീര ശൈവ പദ്ധതിയിലെ സ്കോളേഴ്സാണ്. കാരണം അതൊരു അക്കാഡമിക്കലി അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ കാശ്മീര ശൈവ സമ്പ്രദായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം വിഷയങ്ങൾ, അതിലെ പഞ്ചസ്തവി എന്ന് പറയുന്ന 5 സ്തവികളെ കുറിച്ച് പറയാറുണ്ട്. 1 ലഘുസ്തുതി എന്ന് പറയും, 2 ഘടസ്തുതി, 3 ചർച്ചാസ്തുതി, 4 അംബാസ്തുതി, അതിൽ 5ാമത്തതാണ് സകല ജനനി സ്തുതി എന്ന് പറയുന്ന 5 സ്തുതികൾ. ഈ 5 നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇന്ന് നമുക്ക് അവൈലബിൾ ആയ ടെക്സ്റ്റ് ഈ പറയുന്ന ലഘുസ്തുതിയാണ്. ആ ലഘുസ്തുതി ലഘു ഭട്ടാരകൻ എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. ഭട്ടാരകൻ എന്ന് പറഞ്ഞാൽ ലഘു ഭട്ടാരകൻ. ഭട്ടാരകൻ എന്ന് പറയുന്ന കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തെ പറയുന്നതാണ് ഭട്ടാരകർ. ആ ഭട്ടാരക വിഭാഗം കാശ്മീര ശൈവത്തിന്റെ അപ്ലിക്കേഷൻ ലോകത്ത് നിന്ന് എവിടെയാന്ന് വെച്ചാൽ
ഈ ഫിലോസഫി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉള്ളത് ഏറ്റവും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലോകത്ത് ആർക്കെങ്കിലും കാണണമെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ 13 കാവുകളിലാണ്. മന്നമ്പുറത്ത് കാവ് തുടങ്ങി മന്നമ്പുറത്ത് കാവ്, മാമാനിക്കുന്ന്, കളരിവാതുക്കൽ, തിരുവഞ്ചേരിക്കാവ്, കളിയാമള്ളിക്കാവ്, കൊല്ലം പിഷാരികാവ്, കോഴിക്കോട് വളയനാട് കാവ്, തിരുമാന്താംകുന്ന്, അങ്ങനെ പനയനാർ കാവ്, മുത്തൂറ്റ് കാവ്, അങ്ങനെ 13 കാവുകളിലാണ്. ഈ 13 കാവുകളിലും കാശ്മീര ശൈവ പദ്ധതി അനുസരിച്ചാണ്. ശിവനുണ്ടെങ്കിൽ പോലും ശിവനല്ല അവിടെ പ്രാധാന്യം. അവിടെ സപ്തമാതൃക്കളിൽ ചാമുണ്ടയ്ക്ക് വളരെ പ്രധാനമായി പൂജിക്കുന്ന ക്രമമാണ്. മലയാളത്തിലെ നമ്പൂരിമാരെ ഇല്ലങ്ങളിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അതായത് ശാക്തക്കാവിലെ ശിവന്റെ പോലെ എന്നാണ്. അതായത് ശാക്തക്കാവിലെ പേര് ശിവക്ഷേത്രം എന്നൊക്കെ ആണെങ്കിലും ശിവന് അവിടെ യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല. പ്രാധാന്യം മുഴുവൻ ദേവിക്കായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ പല വീട്ടിലെ ആൾക്കാരെ അവസ്ഥ ഇതാ, നമ്മളെ പേരിലാണ് അവിടെ പ്രാധാന്യം വേറെ ആർക്കെങ്കിലും ആയിരിക്കും. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പണ്ട് മുതലേ മലയാളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ശാക്തക്കാവിലെ ശിവന്റെ പോലെ എന്ന് പറയാറുണ്ട്. ഇപ്പൊ കാശ്മീർ ശൈവത്തില് ദേവിക്കാണ് പ്രാധാന്യം. ആ 13 കാവുകളിലും പൂജ ചെയ്തിരുന്നവരെ പിടാരർ എന്നാണ് വിളിച്ചിരുന്നത്. വലിയ പിടാരർ, പിടാരർ എന്ന് വിളിക്കാറുണ്ട്. ആ പിടാരറിലെ ഭട്ടാരകൻ എന്നുള്ള വാക്ക് പരിണമിച്ചാണ് പിടാരർ എന്നുള്ളതായി ആയത് എന്ന് നമുക്ക് ഏതാണ്ട് അനുമാനിക്കാൻ പറ്റും. കാരണം ഈ കാശ്മീർ ശൈവ കാവുകളിലൊക്കെ പൂജ ചെയ്യുന്നവര് അവിടെ പാൽപ്പായസം നിവേദിച്ചല്ല പൂജ, അത് പൂർണ്ണമായും ശാക്തക്രമത്തിലാണ്. ബലിയോട് കൂടിയുള്ള പൂജകളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. പല സ്ഥലത്തും പല ഇടപെടലുകളും കാരണം പല സ്ഥലത്തൊന്നും ബലിയില്ലെങ്കിലും അതൊക്കെ പുനഃസ്ഥാപിച്ച് വരുന്നുണ്ട്. 51 ശക്തിപീഠങ്ങളാൽ ശക്തമാണ് ഭാരതമെങ്കിൽ 13 ശാക്തക്കാവുകളാൽ ശക്തമായിരുന്നു ഒരു കാലത്ത് കേരളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുങ്ങല്ലൂർ കാവ്, നേരത്തെ പറയാൻ വിട്ടുകയാണ്, കൊടുങ്ങല്ലൂർ കാവ്. ഇതൊക്കെ ഈ ശാക്ത സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ട ദേവിയുടെ വിവിധ ഭാവങ്ങളെ പൂജിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു സമ്പ്രദായമാണ്. ആ ലഘു ഭട്ടാരകൻ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹമാണ് ബാലാവിംശതിയുടെ ഉപജ്ഞാതാവ് എന്ന് കരുതുന്നു. അത് ലഘു സ്തുതിയിലാണ് വരുന്നത്. ഒരു പക്ഷേ ലഘുസ്തുതി എഴുതിയത് കൊണ്ടായിരിക്കാം അയാൾ ലഘു ഭട്ടാരകൻ എന്നറിയപ്പെട്ടത്. ഈ ഗ്രന്ഥത്തോടു കൂടി ഒരാളുടെ പേര് മാറുക, ഗ്രന്ഥത്തിന്റെ പേരിൽ ഒരു ഗ്രന്ഥകർത്താവ് അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു അവാർഡാണ്. അങ്ങനെ ആ കൃതി നമ്മൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചാൽ, അത് അതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയത് 2 വ്യാഖ്യാനങ്ങളെ മലയാളത്തിൽ ബാലാവിംശതിക്കുള്ളൂ. ഒന്ന് കൈക്കുളങ്ങര വാര്യർ ആണ് എഴുതിയത്. അതൊരു കഥ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടി കാശില്ലാതെ കല്യാണം നിശ്ചയിച്ചു, പൈസ ഇല്ല. അങ്ങനെ വീട്ടുകാർ വെച്ചു, പൈസ ഇല്ലല്ലോ, കല്യാണമല്ലേ വരുന്നത്, അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ആ സമയത്ത് ഒരു വലിയ കുറച്ച് ആൾക്കാർ വന്ന് അദ്ദേഹത്തോട് പറയണം, ബാലാവിംശതിക്ക് ഒരു വ്യാഖ്യാനം എഴുതി തരുമോ, മോളെ കല്യാണം നടത്താനുള്ള പൈസ മുഴുവൻ ഞങ്ങൾ തരാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവർക്ക് എഴുതി കൊടുത്തതാണ് ബാലാവിംശതി എന്ന് ഒരു കഥ. കൈക്കുളങ്ങര വാര്യരെ കുറിച്ച് പറയാതെ നമുക്കൊരിക്കലും ബാലാവിംശതി പറയാൻ പാടില്ല. പക്ഷെ കൈക്കുളങ്ങര വാര്യര് കേരളം ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടിയിരുന്ന, കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളായിരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു പ്രാധാന്യം കൈക്കുളങ്ങര വാര്യർക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അത്രയധികം പാണ്ഡിത്യമുള്ള ഒരുപാട് സിദ്ധികളുള്ള ഒരാൾ. അദ്ദേഹത്തിന് ഒരു എനിക്ക് തോന്നുന്നു ഐതിഹ്യമാലയിലാണോ എവിടെയാണെന്ന് അറിയില്ല, ഒരു കഥ ഉള്ളത്. അദ്ദേഹം ഇംഗ്ലീഷ് അറിയില്ല, മലയാളം മാത്രമേ അറിയൂ. സംസ്കൃതത്തിലാണ് അയാൾ പണ്ഡിതനാണ്. ഇങ്ങനെ കോടതിയിൽ അന്ന് വ്യവഹാരങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഇയാൾ കോടതിയിൽ പോയപ്പം കോടതിയിൽ കുറേ സംസാരമൊക്കെ ഉണ്ടായി. ഇയാൾ തിരിച്ച് ഇയാളുടെ സുഹൃത്തായ ഒരു ജഡ്ജിന്റെ വീട്ടിൽ പോയിട്ട് പറയാണ്, ഞാനിങ്ങനെ കോടതിയിൽ പോയിരുന്നു. അപ്പോൾ അയാൾ കോടതി എന്തൊക്കെയാ പറഞ്ഞത്, അത് എനിക്കൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷാണെന്നാ. അപ്പൊ ഇയാള് എന്നിട്ട് പറയാണ്, മിമിക് ചെയ്യാണ്, ഭാഷ അറിയാതെ അയാൾ ഉണ്ടാക്കിയ ശബ്ദങ്ങൾ അതേപോലെ ഇയാള് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. ആ പറഞ്ഞത് മറ്റേയാളത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് ഭാഷ അറിയാതെ ഒരാൾ പറയുന്ന ശബ്ദത്തെ ഗ്രാസ്പ് ചെയ്ത്
അത് മെമ്മറിയിലിട്ട് ഇവിടെ വന്ന് അതേപോലെ അത് ആവർത്തിക്കുക എന്ന് പറയുന്നത്. അത് ബുദ്ധിയുടെ അല്ലെങ്കിൽ ഓർമ്മശക്തിയുടെ പാണ്ഡിത്യത്തിൻ്റെ ഒക്കെ പരമകാഷ്ഠയാണ്. അത്ര പണ്ഡിതനായിരുന്ന, അത്രയും വാഗ്മിയായിരുന്ന കൈക്കുളങ്ങര വാര്യര്, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ അദ്ദേഹം ഉപാസിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ധ്യാനത്തിലുള്ള ബാലയായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ബാലയാണ് ഇതെല്ലാം, എല്ലാ കഴിവുകളും സിദ്ധികളും അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് വളരെ വലിയ ഒരു സമ്പ്രദായമുണ്ട്. സൂര്യന്റെ നടുക്ക് ഒരു ബിന്ദുവായി ദേവതയെ കാണുന്ന മാർത്താണ്ഡ ഭൈരവൻ ദേവിയായിട്ട് കാണുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ ആണ് ബാലയെ അദ്ദേഹം ഉപാസിച്ചിരുന്നത്. അദ്ദേഹം പലപ്പോഴും ആ സൂര്യനെ ഏത് സമയത്തും അദ്ദേഹത്തിന് കണ്ണുകളെ കൊണ്ട് സൂര്യനെ നോക്കാൻ പറ്റിയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ക്രമമാണ് ഉപാസന സമ്പ്രദായത്തിലെ അതിഗൂഢമായ ഒരു പദ്ധതിയാണ് ഈ സൂര്യന്റെ നടുക്ക് ഒരു ദേവതയെ കാണുക എന്നുള്ളത്. ആ ഉപാസനയിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സിദ്ധികൾ, അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധിയും, കൈക്കുളങ്ങ വാര്യർക്കുള്ള എല്ലാ സിദ്ധിയും, കാരണം ജ്യോതിഷം, കേരളത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അറിയാം, കൈക്കുളങ്ങ വാര്യര് കണക്കില്, ഗണിതത്തിലൊക്കെ അഗ്രഗണ്യനായിരുന്നു. നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ പരിചയമുണ്ട്, സ്റ്റീഫൻ ഹോക്കിങ്സിന് പരിചയമുണ്ട്, അങ്ങനെ കുറേ പേരെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ നമുക്ക് കൈക്കുളങ്ങ വാര്യരെ പരിചയമില്ല. ഒരു പക്ഷേ 1000 ആൽബർട്ട് ഐൻസ്റ്റീൻ ചേർന്നാൽ പോലും ചിലപ്പോൾ ഒരു കൈക്കുളങ്ങ വാര്യർ എത്തില്ല, അല്ലെങ്കിൽ ഒരു ഭാരതത്തിലൊരു ഋഷി എത്തില്ല. അത്ര പാണ്ഡിത്യമുള്ള പ്രഗത്ഭരായ ഋഷിമാരുടെ പരമ്പരയാണ് നമ്മൾ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇത്തരം ആൾക്കാരെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല? ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അത്തരം മഹാത്മാക്കളെയും കൂടി പഠിക്കുകയും അറിയുകയൊക്കെ വേണം. കാരണം നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് കേരള മണ്ണില്, അല്ലെങ്കിൽ ഈ മണ്ണില് നമ്മളെ മുത്തശ്ശന്മാരായിട്ടുണ്ടായിരുന്നു. കണക്കിലൊക്കെ അതിശ്രേഷ്ഠ സംഗമ ഗ്രാമത്തില് ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ പേര് മറന്നു, ഇരിങ്ങാലക്കുടയാണ് സംഗമ ഗ്രാമം. ഇരിങ്ങാലക്കുടയിലൊക്കെ അതിപ്രഗത്ഭരായ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. കേരളത്തിൽ അത്രയധികം ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്ന, അല്ലെങ്കിൽ പണ്ഡിതന്മാരുന്ന, ഋഷികൾ ഉണ്ടായിരുന്ന നാടാണ്. ഈ മണ്ണിന്റെ പാരമ്പര്യം ചെറുതല്ല, നമ്മളെ മുത്തശ്ശന്മാര് ചെറുതല്ല. നമ്മളെ പിന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളെ അച്ഛനിലേക്കും, അച്ഛൻ്റെ അച്ഛനിലേക്കും, അദ്ദേഹത്തിന്റെ അച്ഛനിലേക്കും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ അവരൊക്കെ കണ്ടുമുട്ടിയായിരുന്നു. കാലം നമ്മളൊക്കെ വേർതിരിച്ചുകൊണ്ട് നമ്മൾക്ക് അവരെ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൂ. എന്നിട്ട് ഇന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുകയാണ് നമ്മൾ, ഈ പൂർവികരുടെ മക്കളായിട്ടുള്ള, കൊച്ചുമക്കളായിട്ടുള്ള നമ്മൾ. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ തലയിൽ കയറിക്കൂടിയ വൈദേശിക ചിന്തകളും, അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളുടെ ഒരു എന്താ പറയാ ഇടപെടലൊക്കെയാണ്. നമ്മളെ സംസ്കാരം നമ്മൾ പഠിക്കുകയും അതിൽ വളരെ വിശദമായി, കാരണം അടുത്തൊരു തലമുറയ്ക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മളൊക്കെ ഇതിനൊക്കെ ഒരു വിശ്വാസമായിട്ടും ഒരു ഭക്തിയായിട്ടൊക്കെ പഠിച്ച ആൾക്കാരാണ്, ഫിലോസഫിക്കലല്ല പഠിച്ചത്. പക്ഷെ അടുത്തൊരു തലമുറ വളരെ കൃത്യമായ ഫിലോസഫി മനസ്സിലായാൽ നമ്മളെക്കാൾ നല്ല നിലയ്ക്ക് അവർ കൊണ്ടുപോകും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടും. കാരണം ഫിലോസഫി അറിയാത്ത ഒരാളെ സംബന്ധിച്ച് സനാതന സംസ്കാരത്തെ പുറത്ത് നോക്കി കാണുമ്പം അസംബന്ധമാണ്. ഒരുപാട് തലയുള്ള ദേവതമാര്, ഒരുപാട് കൈയുള്ള ദേവതമാര്, ഒരു യുക്തിയില്ലാത്ത കുറേ കഥകൾ. ഇതൊക്കെ ഏതോ ഒരാൾക്ക് തലയിൽ തോന്നിയ ഭ്രാന്ത് അയാൾ എഴുതി വെച്ചത് ഒരു വലിയ വിഡ്ഢി സമൂഹം ഇപ്പോഴും ഫോളോ ചെയ്യാണ് എന്നാണ് പുറത്തുനിന്ന് ഇതിൻ്റെ ഫിലോസഫി അറിയാത്ത ഒരാൾ നോക്കുമ്പം അയാൾക്ക് തോന്നുന്നത്. ഒരു ആനത്തലയനായ ദൈവം, വേറൊരു ദൈവം, കയ്യിലൊക്കെ പിന്നെ അക്രമമായി നടക്കുന്ന, തലവെട്ടലും വാളും പിന്നെ യുദ്ധമായി നടക്കുന്ന കുറേ ദേവതകൾ, ഇതൊക്കെ പ്രാകൃതമായ ദേവതകളാണെന്ന് ചിന്തിക്കുന്ന ഒരു സമാജം. ഇതിലെ ഒരു പക്ഷേ നമ്മളൊക്കെ ഭയം കൊണ്ട് ഇതിനെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വരുന്നൊരു തലമുറയ്ക്ക് ഭയം ഇല്ലാത്തതുകൊണ്ട് അവർ ശക്തമായിട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, നമ്മളിത് കൃത്യമായിട്ട് ഇതിനെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും
ഇതൊന്നും പുറത്തുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ നിത്യം നിരന്തരം നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഈ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നത്. ദേവി മഹാത്മ്യാണെങ്കിലും ലളിതാ സഹസ്രനാമാണെങ്കിലും ഒക്കെ ഇത് എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഋഷിമാർ ഒരേ സമയത്ത് ശാസ്ത്രജ്ഞന്മാരും അതേ സമയത്ത് ഋഷിമാര് വലിയ സാഹിത്യകാരന്മാരായിരുന്നു. അപ്പൊ അവര് കണ്ടെത്തിയ വലിയ ശാസ്ത്ര സത്യങ്ങളെയൊക്കെ സാഹിത്യപരമായിട്ടാണ് അവർ എഴുതി വെച്ചത്. ആ സാഹിത്യത്തിൽ നിന്നും ആ ഫിലോസഫിയെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓണത്തിന് ഫേസ്ബുക്കിൽ ഹാഷ്ടാഗ് ഇടും, ഞങ്ങൾ മഹാബലിക്കൊപ്പം. കാരണം വളരെ നല്ല ചവിട്ടി താഴ്ത്തിയ വാമനന് എതിരെയാണ് നമ്മളെ ഹാഷ്ടാഗ് നമ്മൾ പറയും. കാരണം അതിലെ പൊരുള് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. ഭാരതത്തിലെ എല്ലാ പുരാണ കഥകളിലും സ്തോത്രങ്ങളിലും എല്ലാ പദ്ധതിയിലും ക്രിയാപദ്ധതികളിലൊക്കെ അതിമനോഹരമായി വലിയ 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 ഫിലോസഫികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഭാരതത്തിലെ ഋഷിക്ക് അറിയാം ഈ ഫിലോസഫീനെ കൈമാറാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. കാരണം ഗ്രന്ഥത്തിൽ എഴുതി വെച്ചാൽ തീയിട്ട് അത് ഗ്രന്ഥം കത്തിപ്പോയാൽ അത് ഇല്ലാണ്ടായി പോകും. നോളജ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കഥകളായും ആചരണങ്ങളായിട്ടുമാണ് എന്ന് മനസ്സിലാക്കിയ ഋഷി എല്ലാ ഫിലോസഫിക്കും ഓരോ ആചരണങ്ങൾ ഉണ്ടാക്കി. കാരണം ആചരണങ്ങൾ നമ്മൾ വേണമെന്ന് വിചാരിച്ച് പഠിക്കുന്നല്ല, നമ്മൾ കോപ്പി ചെയ്യുന്നതാണ്. നമ്മൾ പോലും അറിയാതെ അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് കൈമാറും. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവിടെ ആചാര പദ്ധതികൾ തുടർന്നു പോരുന്നത്. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളതും പറയാൻ ഇഷ്ടമുള്ളതും കഥകളായതുകൊണ്ട് കഥകൾ കൈമാറ്റം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പുരാണങ്ങൾക്ക് കിട്ടിയ ഒരു പ്രാധാന്യം ഭാരതത്തിലെ വേദങ്ങൾക്ക് ഉപനിഷത്തുകൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് പുരാണങ്ങൾ കേൾക്കാൻ. രാമായണത്തിന് കിട്ടിയൊരു സ്വാധീനം ഇവിടുത്തെ ഋഗ്വേദത്തിനും യജുർവേദത്തിനും കിട്ടിയിട്ടില്ല. അമ്പലങ്ങളിൽ തോറും സപ്താഹങ്ങൾ നടക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ പോവാറുണ്ട്. ഉച്ചയ്ക്ക് പോകും, ഊണയ്ക്കലും പോരലുണ്ട്. ചില ആൾക്കാരൊക്കെ അവിടെ പകലിരിക്കലുണ്ട്. ആ ഒരു പ്രാധാന്യം ഇവിടെ ഒരു ഒരു വേദം പഠിക്കുന്ന ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. കാരണം അത് നമുക്ക് താല്പര്യമില്ല. കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഈ കഥകൾ വഴിയും ആചരണങ്ങൾ വഴിയും ഋഷി കൈമാറിയത് വലിയ ഫിലോസഫികളെയാണ്. കാരണം ഋഷിക്ക് അറിയാം ഈ തലമുറയിൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ ഫിലോസഫിനെ ഡീകോഡ് ചെയ്ത് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചില ആൾക്കാരുണ്ടാവും. ആരെങ്കിലുമൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പണി ഇതൊക്കെ പഠിക്കുക. അതുകൊണ്ട് നമ്മളെ പൂർവികർ കൈമാറ്റം ചെയ്ത് തന്നുകൊണ്ടാണ് നമുക്കത് പഠിക്കാൻ പറ്റുന്നത്. അവരൊക്കെ ബഹുമാനമുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ഈ ഫിലോസഫി മനസ്സിലാക്കി ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസവും അനാചരണവുമായി മാറും. സെമിറ്റിക് മതങ്ങൾ ഒരു 80% സനാതന സംസ്കാരത്തെ സെമിറ്റിക് മതങ്ങൾ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ സനാതന സംസ്കാരമാണ് എന്ന് കരുതുന്ന പലതും സനാതന സംസ്കാരമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. സനാതന സംസ്കാരത്തിന്റെ ആശയത്തിന് വിരുദ്ധങ്ങളായതാണ്. നമ്മൾ പോലും അറിയാതെ സെമിറ്റിക് മതങ്ങൾ നമ്മളെ തലച്ചോറിൽ ഇട്ട് എന്നതാണ്. ഇത് വേർതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്ലാവിന്റെ മുകളിലും മാവിന്റെ മുകളിലൊക്കെ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന ഒരു സാധനം കയറും. ഇത്തിൽക്കണ്ണീന്റെ പ്രത്യേകത, ആ മരത്തിൽ കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ആ മരത്തിന്റെ ഇലേന്റെ ആകൃതിയിലാണ് ഇത്തിൽക്കണ്ണീന്റെ ഇല ഉണ്ടാവുക. അപ്പൊ മാവിന്റെ മുകളിൽ കയറി ഇത്തിൽക്കണ്ണി മാവിന്റെ ഇലേന്റെ മാതിരി അതിനെ ഗിമിക്ക് ചെയ്യും, അതിനെ മിമിക്ക് ചെയ്യും. അപ്പൊ നമ്മളുടെ ദൂരത്ത് മാവ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അടുത്ത മാസം നമുക്ക് അടുത്ത കൊല്ലം ഇഷ്ടംമാതിരി മാങ്ങ കിട്ടുന്നൊക്കെ നമ്മൾ വിചാരിക്കുക. മാവ് ശുഷ്കത്തി ഉണ്ടാവും, ഇത്തിൽക്കണ്ണിയാണ് വളർന്നത്. ഇത്തിൽക്കണ്ണിക്ക് അറിയില്ല എൻ്റെ മാതൃ സത്വം അല്ലെങ്കിൽ ഈ മരമാണ്, ഇത് മരം നശിച്ചു പോയാൽ ഉണങ്ങിപ്പോയാൽ ഞാൻ ഇല്ലാണ്ടാവുന്ന അറിയില്ല. എന്നാലും അതിങ്ങനെ വളർന്ന് പന്തലിച്ചേക്കും. ഈ മരത്തെ കാണുന്ന നമ്മൾ വിചാരിക്കും മാവാണ് പടർന്ന് പന്തലിച്ചത്. ഈ മാവിനെയും രണ്ടും ഒരേപോലെയാണ് ഇല ഉണ്ടാവുക. ഇപ്പൊ മാവിന്റെ ഇലയും ഇത്തിൽക്കണ്ണീന്റെ ഇലയും വേർതിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. കാരണം ഇതേപോലെ സനാതന സംസ്കാരത്തെ സെമിറ്റിക് മതങ്ങള് മാറ്റിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തിൽക്കണ്ണീനെ പറിച്ച് കളയാൻ പറ്റും. മാതൃമരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പണി നമ്മൾ മാത്രമേ ഇവിടെ എടുക്കാനുള്ളൂ, നമുക്ക് മാത്രം എടുക്കാൻ പറ്റും. വേറൊരാൾ ഈ പണി എടുക്കുമെന്ന് വിചാരിക്കരുത്.
ഇതിനാണ് നമ്മളെ ഭൂമിയിലേക്ക് ഈശ്വരൻ അയച്ചത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് കഥ പറയുന്നത്, നമ്മളെല്ലാവരോടും ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മളെ ധർമ്മം. കാരണം ആ പണി എടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് അടുത്ത തലമുറയിലേക്ക് എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. മരം പൂർണ്ണമായി വീഴാൻ സാധ്യതയുണ്ട്. മരം വീണാൽ ഇത്തിൽക്കണി ഉണങ്ങിപ്പോവും, അത് വേറെ. ആ ഒരു എനിക്കിപ്പോഴും മനസ്സിലായില്ല പള്ളീന്റെ മുറ്റത്ത് ദീപസ്തംഭം ഉണ്ടാക്കുന്നത്, അവിടെ എന്തിനാണ് കൊടിമരം വെക്കുന്നത്. കാരണം ഈ കൊടിമരം എന്ന് പറയുന്ന സാധനത്തിന് ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുള്ള ഒരു സാധനം, ഭഗവാന്റെ നട്ടല്ലാണ്. ഈ നട്ടൽ എന്തിനാണ് നട്ടലില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്നതാണ് എൻ്റെ ചോദ്യം. ഇതുപോലെ എല്ലാ സ്ഥാനങ്ങളും ഇതുപോലെ പലപ്പോഴും കോപ്പി അത് എന്തിനാണ് ചെയ്യുന്നത്? ആ ഫിലോസഫി അനുസരിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇതിനെയൊക്കെ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. നമ്മൾ ആരും ഇതുവരെ സനാതന സംസ്കാരം അതിൻ്റെ രീതി പഠിച്ചിട്ടില്ല. നമുക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. ഭക്തിയോണ്ട് എല്ലാ കാര്യം നടക്കുമെന്ന് ചിന്തിക്കുന്നവരാണ്. ഭക്തി, ഈ നമ്മളുടെയൊക്കെ ഭക്തി ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടമാണ്. കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാതെ മാറി നിൽക്കാൻ വേണ്ടി എല്ലാം ദൈവത്തിന് ഏൽപ്പിക്കുന്ന ആൾക്കാർ നമ്മൾ. അതല്ല, ജീവിതത്തെ നേരിടാനും അതിമനോഹരമായി ജീവിതത്തിലൂടെ കടന്നു പോകാനാണ് ഋഷികളോട് ആഹ്വാനം ചെയ്തത്. അതിനു വേണ്ടി നമുക്ക് തന്ന അറിവുകളാണ് ദേവി മഹാത്മ്യം, അതാണ് ലളിതാ സഹസ്രനാമം, അതാണ് ബാലാവിംശതി, അതാണ് ഭാവനോപനിഷത്ത്. ഇതൊന്നും ഏതോ യുഗത്തിൽ നടന്ന കഥകളല്ല, നിത്യം നിരന്തരം നമ്മളെ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളാണ്. ആധുനിക ശാസ്ത്രം മനസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ച് ഋഷി മനസ്സിലാക്കിയത്, ഋഷി ചിന്തിച്ചത്, അതൊക്കെ നമ്മൾ കേട്ടാൽ ഋഷീൻ്റെ കാലിൻ്റെ മുകളിൽ നമുക്ക് എണീക്കാൻ തോന്നില്ല. അത്രയധികം നമുക്ക് ബഹുമാനം തോന്നും. എന്ത് മനോഹരമായിട്ടാണ് ദേവി മഹാത്മ്യത്തിലൊക്കെ മധുവിനെയും കൈടബനെയും നമ്മളെ അഹങ്കാരത്തെയും സുപ്യൂരിറ്റി കോംപ്ലക്സിനെയും ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിനെയും ഒക്കെ രണ്ട് കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു കഥാരൂപത്തിൽ സമാധിയുടെയും സുരതന്റെയും കഥ പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് അവസാനം നമ്മളോട് പറയണം, ആ സുരതനും സമാധി മറ്റാരും അല്ല, നിങ്ങൾ തന്നെയാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്ത് മനോഹരമായിട്ടാണ്. പക്ഷെ ഇതൊന്നും കൃത്യമായി മനസ്സിലാവാത്ത ഒരാളെ സംബന്ധിച്ച് ഏതോ ഒരു കഥ പുരാണത്തിൽ എവിടെയോ നടന്ന ദേവി കുറെ ആൾക്കാരെ കുത്തിക്കൊന്നിട്ടും വെട്ടിക്കൊന്നിട്ടൊക്കെ ഉണ്ടായ ഒരു കഥ. ഇത് എന്തിനാണ് ഈ ടെറർ സാധനം ഞാൻ കേൾക്കുന്നത്? ഈ ടെറർ സാധനം എന്തിനാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയില്ലേ? ആ ഒരു ബന്ധം മനസ്സിലായിട്ടില്ലെങ്കിൽ. എന്നാല് പലപ്പോഴും ഈ ക്ലാസ്സിലിരിക്കുന്ന പലരും എൻ്റെ ദേവി മഹാത്മ്യത്തിൻ്റെ വ്യാഖ്യാനവും ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ കുറേ കേട്ടവരാണ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി ഗൂഢമായ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാണ് ഈ ബാലാവിംശതി. ഇത് എന്നാണ് തീരുക എന്ന് മറ്റ് ക്ലാസ്സുകൾ പറയുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇത് തീരുന്ന മാത്രമേ ഉള്ളൂ, തുടങ്ങുന്ന ദിവസം മാത്രമേ ഉള്ളൂ പറയാറുള്ളൂ. കാരണം ദേവി എന്താണോ തോന്നിപ്പിക്കുന്നത് അത് പറയാന്നുള്ളൂ. കാരണം സത്യസന്ധമായി ഞാനൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിൽ പറയുന്നതല്ല, ഇതൊന്നും എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്താണ് അത് എത്തിക്കാൻ അവനവൻ ഉപാസന ചെയ്ത് അവനവൻ്റെ ഉള്ളിൽ തെളിയുന്നത് മാത്രമേ പറ്റൂ. ഏതാണ്ട് അതിനെക്കുറിച്ചൊക്കെ അത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ എടുക്കാനുള്ള പേടി. എങ്ങനെ പറഞ്ഞാലാണ് അതിൻ്റെ ആ മഹത്വം, ഞാൻ എങ്ങനെ പറഞ്ഞാലും മഹത്വം കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള പേടിയോണ്ടാണ്. അത്ര മഹത്വമുള്ള കൃതികളാണ്. ഇന്ന് നമ്മൾ ശ്ലോകത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ശ്ലോകത്തിലേക്ക് കടന്നാൽ ഒരു ശ്ലോകം എടുക്കാൻ 20 ശ്ലോകങ്ങളുണ്ട്. ഒരു ദിവസം എത്ര ശ്ലോകം എടുക്കാൻ? ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്ലാസ്സായിട്ട് ബാലാവിംശതി എടുക്കുന്നത്. പക്ഷേ ഗുരുനാഥൻ പറഞ്ഞിട്ട് ശിഷ്യന്മാർക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ബാലാവിംശതിയിലെ ഭാഗങ്ങൾ എടുത്തു കൊടുക്കാൻ പറയുമ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ടൈം ബൗണ്ട് ആയിട്ടല്ല, അത് ചർച്ച ചെയ്ത് പോയതാണ്. പക്ഷെ ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് എടുക്കുന്നത്. എനിക്ക് അറിയില്ല എത്ര ദിവസം കൊണ്ട് എടുത്തു തീർക്കാൻ പറ്റുന്നുള്ളത്. എന്തായാലും നമ്മൾ തുടങ്ങും, അത് മാത്രം തീരുമാനിക്കാം. മറ്റ് ക്ലാസ്സുകളെ പോലെ അതുകൊണ്ട് തന്നെ
5 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇത് 5 ദിവസം കൊണ്ടൊന്നും തീർന്നില്ലല്ലോ എന്ന് കരുതരുത്. ആദ്യമേ പറയാണ്, ക്ലാസ്സുകളൊക്കെ സ്വഭാവം അപ്പം അങ്ങനെയാണ്. നമ്മൾ മുമ്പിൽ ഇരിക്കലേ ഉള്ളൂ. ദേവി എന്താണോ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഉപാധിയായി ഞാൻ മാറട്ടെ എന്ന് മാത്രമേ സങ്കല്പിക്കാറുള്ളൂ. പലപ്പോഴും ഞാൻ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പോലും ആദ്യമായി കേൾക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പോലും ഒരു പ്രേക്ഷകനായിട്ട് കേൾക്കാറാണ് പതിവ്. ഇങ്ങനെ ഒരു ഒഴുക്ക് വരും. അതുകൊണ്ട് എനിക്ക് വലിയ വലിയ കാരണം അതിന് ടൂളാവുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാലോ, അതൊരു വലിയ സന്തോഷമാണ്. നമ്മളിന്ന് ജസ്റ്റ് തുടങ്ങാൻ പറ്റില്ല നമുക്ക്, കാരണം 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ ശ്ലോകങ്ങളിലേക്ക് കയറാം. വലിയ ഒരു യാത്രയാണ്, വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാൻ പറ്റുന്നൊരു യാത്രയാണ് ഇത്. ഇതിന് കാരണമായത് വേവ്സ് ഓഫ് ബ്ലിസ് ആണ്. നമുക്കെല്ലാവർക്കും അതുകൊണ്ട് വേവ്സ് ഓഫ് ബ്ലിസ്സിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്, ഇത് കേൾക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവുന്നതിന്. അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ വലിയ 10-40 ലക്ഷം റുപ്യ, അതിലധികം പൈസ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. ഇതൊക്കെ നടന്നു പോകണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. പക്ഷെ അതിനു വേണ്ടി നമുക്ക് ആൾക്കാരോട് സംഭാവന ചോദിക്കാൻ മടിയുള്ളത് കൊണ്ടും അത് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടും നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ നടത്തി അതിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ വേവ്സ് ഓഫ് ബ്ലിസിൻ്റെ ഭാഗമാവുകയാണ് ഇതിലൂടെ. അതിനുവേണ്ടി നമ്മൾ ആ ഒരു മനസ്സിന് നമുക്ക് കിട്ടുന്നതാണ് ദേവീൻ്റെ അനുഗ്രഹം. നാളെ നമുക്ക് ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം തർക്യം ത്രൈബ്രഹ്മ. ശ്രീ ഗുരുഭ്യോ നമഃ. നാളെ കാണാം നമുക്ക്. നമസ്തേ.